കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം 4th സെമസ്റ്റർ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിന്റെ നെക്സ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് തേർഡ് മൊഡ്യൂളായിട്ടുള്ള ലീസ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി എന്നുള്ളതാണ്. അതായത് ലീസിംഗ് എന്നുള്ളതിനെയാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് മേജർലി വരുന്നത് NPVയുടെ ഒരു പ്രോബ്ലം ആണ് വരുന്നത്. അതായത് 3 വെയിറ്റേജിന് NPVയുടെ ഒരു പ്രോബ്ലം. ദെൻ അതേപോലെ തന്നെ അതിന് ശേഷം ഇതിൽ വരുന്നത് 2 വെയിറ്റേജിന് വരുന്ന കൺസെപ്റ്റ് ആണ്. അതേപോലെ തന്നെ അത് 3 വെയിറ്റേജിനും വരുന്നതാണ്, തിയറി കൺസെപ്റ്റ്. ഓക്കെ, NPVയുടെ പ്രോബ്ലം ആണ് ഇതിൽ കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മളുടെ ബുക്കിലുള്ള പ്രോബ്ലത്തിനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യനിൽ വരുന്ന പ്രോബ്ലത്തിനും രണ്ടിനും കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് ഏകദേശം ഒരു മോഡൽ ഉണ്ട് എന്ന് മാത്രം. പക്ഷെ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറി കൺസെപ്റ്റ് ആണ്. ഓക്കെ, കുറച്ച് ടഫായിട്ടുള്ള മൊഡ്യൂൾ കൂടിയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഫുള്ളി പ്രാക്ടിക്കലി വരുന്ന ഒരു കാര്യമാണ്. അല്ല നിങ്ങളിതിൽ പഠിച്ചത് തന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഇട്ട് ചെയ്യുക എന്നുള്ള രീതിയിലോട്ട് വരുന്ന ഒരു ചാപ്റ്റർ അല്ല ഇതിലത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. കുറച്ച് പ്രാക്ടിക്കലി വരുന്നതാണ്. പ്രോബ്ലം വരുന്നതും ഏകദേശം ടഫായിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ വരുന്ന മെർജർ, രണ്ടും സെയിം ആണ്. സോ നമ്മൾ ഈ 2 ചാപ്റ്ററിലും തിയറിയാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രോബ്ലം എന്ന് പറയുന്നത് സമയം ഉണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്തിടുന്നതായിരിക്കും. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ പ്രോബ്ലം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ തിയറിയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം പറയുന്നത് ലീസിങ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, ഈ ലീസിങ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള അസറ്റ്സ് യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് കൊടുക്കുന്നതിനെയാണ് ലീസ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ലീസ് എന്ന് പറയുന്നത്. അതിൽ 2 പാർട്ടി ഉണ്ടാകും, ലെസ്സറും ലെസ്സിയും. ലെസ്സർ എന്ന് പറയുന്ന പേഴ്സൺ കൊടുക്കുന്ന പേഴ്സൺ, അതായത് ഓണറിനെയാണ് ലെസ്സർ എന്ന് പറയുന്നത്. ലെസ്സി എന്ന് പറയുന്നത് അത് മേടിക്കുന്ന പേഴ്സൺ, അതായത് അത് യൂസ് ചെയ്യില്ലേ ആ പേഴ്സണെയാണ് നമ്മൾ ലെസ്സി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിന്റെ ബേസിസിലാണെങ്കിൽ അവിടെ ഒരു ഉറപ്പായിട്ട് ഒരു കൺസിഡറേഷൻ ഉണ്ടാകും അല്ലെ. കൺസിഡറേഷനെ നമ്മൾ ലീസ് റെന്റൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ ലീസിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് നെക്സ്റ്റ് പറയുന്നത് ലീസിംഗ് ഈസ് എ ട്രാൻസാക്ഷൻ അണ്ടർ വിച്ച് ഓണർ ഓഫ് എ അസറ്റ്സ് ഗീവ്സ് ദ യൂസ് ഓഫ് ദ അസറ്റ്സ് the right to use the assets for a defined period in lieu of periodic consideration എന്നുള്ളതിന്റെ ബേസിസിലാണ് പറയുന്നത്. ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് തന്നെയാണ് അതിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫീച്ചേഴ്സ് ആണ്. ലീസ് ഫിനാൻസിന്റെ ഫീച്ചേഴ്സ് ആണ്. ലീസ് ഫിനാൻസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അതായത് നമ്മൾക്ക് മേ ബി 2 വെയിറ്റേജിനോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 3 വെയിറ്റേജിനോ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് മേ ബി അത് അറിഞ്ഞില്ല എന്നാണെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ലീസ് എന്താണ് എന്നുള്ള രീതിയിലോട്ടാണല്ലോ. അപ്പൊ ആ ഫീച്ചേഴ്സ് നമുക്ക് അങ്ങോട്ടും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ എഴുതാനായിട്ട് ഈ പോയിന്റ്സ് നോക്കി വെക്കുക. ഇപ്പൊ ലീസ് ഫിനാൻസ് പറയുന്നത് ഒരു കോൺട്രാക്ട് ആണ്. ഒരു സ്പെസിഫിക് പീരീഡ് ഉണ്ടാകും, 2 പാർട്ടീസ് ഉണ്ടാകും, ലെസ്സറും ലെസ്സിയും. അതേപോലെ തന്നെ അസറ്റ്സ് ആർ ബോട്ട് ബൈ ലെസ്സർ ആൻഡ് ഇറ്റ് ഈസ് റിക്വസ്റ്റ് ഓഫ് ലെസ്സി. പിന്നെ പറയുന്നത് ലെസ്സി യൂസസ് ദ അസറ്റ്സ്, ദെൻ ലെസ്സി പേസ് ദ ലീസ് റെന്റൽ ടു ദ ലെസ്സർ എന്നുള്ളതൊക്കെ ഫീച്ചേഴ്സ് ആണ്. ജസ്റ്റ് ഈ ഫീച്ചേഴ്സ് ഒക്കെ നോക്കി വയ്ക്കുക, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന പോയിന്റ്സ് തന്നെയാണ്. ഓക്കെ, പിന്നെ പറയുന്നത് അതിന്റെ നീഡ്സ് ആണ്. നീഡ്സ് എന്ന് പറയുന്നത് അതായത് ചില ഇൻവെന്ററീസിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് നമ്മളുടെ ഈ ലീസിംഗ് എന്ന് പറയുന്നത് നെസസിറ്റിയാണ്. അതായത് കുറെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിലും ഭേദം ലീസിംഗ് എടുക്കുന്നത് തന്നെയാണല്ലോ. ഓക്കെ, അതാണ് ആദ്യം വരുന്ന കേസ്. പിന്നെ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഷെയർസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ലീസിംഗ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ പുതിയ ഓപ്പർച്യൂണിറ്റീസും ടെക്നോളജീസും ഒന്ന് അവർ അവൈൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ന്യൂ ടെക്നിക്സും അതിന്റെ ഒരു എന്താ പറയാ പ്ലാന്റിന്റെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ലീസിങ്ങിന് എടുത്തിട്ട് അവർ ചെയ്യുക. പുതിയതായിട്ട് 1.5 ലക്ഷം 3 ലക്ഷം 10 ലക്ഷം കൊണ്ട് പൈസ ഇടുന്നതിലും ഭേദം കുറച്ചുകൂടി ലീസിങ്ങിന് എടുത്ത് ചെയ്യാം എന്നുള്ളതിന്റെ ബേസിസിൽ ചെയ്യുക. അതേപോലെ തന്നെ ബിസിനസിന്റെ ഡൈവേഴ്സിഫിക്കേഷനും എക്സ്പാൻഷനും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും പുതിയ ഓപ്പർച്യൂണിറ്റീസ്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നാഷണൽ റിസോഴ്സസിലൂടെ അവർ ഒന്ന് അവൈൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നീഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ മേജർലി വരുന്നതാണ് നമ്മൾക്കിതിൽ വരുന്ന ഫോംസ് അല്ലെങ്കിൽ ടൈപ്സ് എന്ന് പറയുന്നത്. മേജർലി നമുക്കിതിൽ 4 ടൈപ്സ് ആണ് പറയുന്നത്. ഫിനാൻഷ്യൽ ലീസ്, ഓപ്പറേറ്റിംഗ് ലീസ്, സെയിൽസ് ആൻഡ് ലീസ് ബാക്ക് ലീസ്, ദെൻ ലിവറേജ് ലീസ്. ഇതിൽ ആദ്യത്തെ 2 എണ്ണമാണ് നമ്മൾക്ക് ഈ 2 വെയിറ്റേജിനൊക്കെ കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഈ ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഈ ലെസ്സി എന്ന് പറയുന്ന 2 പേഴ്സൺസ്
ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത് ലോങ് ടേമിന്റെ ബേസിസിൽ വരുന്നത്. അതായത് ഒരു അസറ്റിന്റെ ലൈഫ് എത്രയാണോ അത്രത്തോളം നമ്മൾ എടുക്കുന്നതിനെയാണ് ഈ ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ അസറ്റ്സിന്റെ റിപ്പയർ, മെയിൻറ്റെയിനിങ്, അതേപോലെ തന്നെ മറ്റുള്ള ഇൻഷുറൻസ്, മറ്റുള്ള എന്ത് കാര്യങ്ങൾ വന്നാലും ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്, ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അതായത് ഈ റിസ്ക് ബിയർ ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ലീസ് അഗ്രിമെന്റിന്റെ ബേസിസിലാണ്. ഓക്കെ, ഈ ലീസ് അഗ്രിമെന്റിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ ലെസ്സിക്കാണ് എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഉള്ളത്. ലെസ്സർ കൂടുതലായിട്ട് കാര്യങ്ങൾ ഇടപെടാറില്ല. ബിക്കോസ് ഇത് ലോങ് ടേം ലീസാണ്. ആൾ ലോങ് ടേം, അതായത് ഈ അസറ്റ്സ് ഇല്ലാതാവുന്നവരെ ആൾ തന്നെ ഏറ്റെടുക്കാം എന്നുള്ളൊരു രീതിയിലോട്ട് പോയതുകൊണ്ട് തന്നെ ലെസ്സിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം വരികയാണെങ്കിൽ ലെസ്സർ അതിന്റെ ചെറുതായിട്ടുള്ള ഒരു കാര്യം കൂടി ഏറ്റെടുക്കും എന്നുള്ളത് മാത്രം. ഓക്കെ, അല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ലെസ്സി തന്നെയാണ്. അതേപോലെ തന്നെ ഈ അഗ്രിമെന്റിന് നമ്മൾ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഗ്രോസ് ലീസ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ പീരിയഡ് ലോങ് ആണ് എന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫുൾ പേ ഔട്ട് ലീസ് എന്ന് കൂടി നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫിനാൻഷ്യൽ ലീസ്. ദെൻ ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് പെർട്ടിക്കുലർ പീരിയഡ് ഉണ്ടാകും, ഇത്ര പീരിയഡ് എന്നുള്ളൊരു രീതിയിലോട്ട് ഉണ്ടാകും. അതേപോലെ തന്നെ ഇവിടെ ലെസ്സർ ആണ് മെയിൻ്റനൻസും റിപ്പയേഴ്സും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ലെസ്സർ തന്നെയാണ്. ഓക്കെ, ലെസ്സർക്കായിരിക്കും ഇവിടെ എല്ലാ കാര്യങ്ങളും വരുന്നത്. ആ പീരിയഡ് ഫുൾഫിൽ ആകുന്നവരെ ഈ കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കേണ്ടത് ലെസ്സർ തന്നെയാണ്. അതായത് ഒരു പീരിയഡ് എന്ന് പറയുന്നത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ലീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത്രത്തോളം പോപ്പുലർ അല്ല. ഇതിനെ നമ്മൾ സർവീസ് ലീസ് എന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ മേജർലി ഫോളോ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ലീസ് തന്നെയാണ്. ഓക്കെ, പിന്നെ പറയുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് ആണ്. ഇവിടെ നമ്മളുടെ അസറ്റ്സ് എന്ന് പറയുന്നത് ഒരു പാർട്ടിക്ക് സെല് ചെയ്യും, അതായത് ഒരു മാർക്കറ്റിന്റെ വാല്യൂല് സെല് ചെയ്യും. അതിനുശേഷം ഇന്നൊരു വാല്യൂല് നമ്മളതിനെ റിട്ടേൺ ബാക്ക് ചെയ്യുന്നതായിരിക്കും. അതായത് ഒരാൾക്ക് കൊടുത്തിട്ട് ഇന്നൊരാളിനെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു പീരിയോഡിക് ലീസ് പേയ്മെന്റ് ബേസിസിലാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആ അസറ്റ്സ് യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. അല്ലാതെ കൂടുതൽ റൈറ്റ് ഒന്നും ഇതിന് നമുക്ക് കിട്ടത്തില്ല. ഒരു പീരിയോഡിക് ലീസ് റെന്റൽ പേയ്മെന്റ് അല്ലെങ്കിൽ കൺസിഡറേഷനും ഈ കാര്യത്തിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇതെന്താന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ലിവറേജിന്റെ ബേസിൽ വരുന്ന ലീസാണ്. ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ആണ് റെക്വയർ ആയിട്ട് വരുന്നത്. ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ആവശ്യമാണ്. അതേപോലെ തന്നെ ഇവിടെ വെരി ലാർജ് വൺ ആയിരിക്കും നമ്മൾ എമൗണ്ട് എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ലാർജിന്റെ ബേസിസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നതും. അതേപോലെ തന്നെ ഇവിടെ ഏകദേശം മണി എന്ന് പറയുന്നത് 50 to 80 എന്നുള്ള പെർസെന്റേജിലായിരിക്കും ഈ തേർഡ് പാർട്ടിയിൽ നമ്മൾ ലിവറേജ് ലീസ് എടുക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ലിവറേജ്ഡ് ലീസ് എന്നും ഈ ടൈപ്പിനെ പറയാറുണ്ട്. ലിവറേജ് ലീസ് എന്നും കൂടി നമ്മളതിനെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതും കൂടി നോക്കി വെക്കാം. നെക്സ്റ്റ് വരുന്നത് ലീസ് ഫിനാൻസിംഗിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ലീസ് ഫിനാൻസിംഗിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് എക്യുപ്മെന്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ക്യാപിറ്റൽ കൊടുക്കാതെ തന്നെ നമുക്ക് ലീസിലോട്ട് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ പേർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റിസ്ക് ഓപ്സിലൻസ് ഒക്കെ വരുന്ന സമയത്ത് ലെസ്സർക്ക് നമുക്കത് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് റിസ്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനൊക്കെ നമ്മൾ ലോൺ എടുത്ത് ഒരു സാധനം വാങ്ങിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുന്നത് ലീസിംഗ് തന്നെയാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഒരു പ്രൊമോട്ടേഴ്സ് എന്നുള്ളതിന്റെ ബേസിസിൽ ഒരു ഫിനാൻസിങ് ഇല്ലാതെ തന്നെ നമ്മൾക്ക് ആ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതിന്റെ ബേസിസിൽ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഈ സ്മോൾ ഫേംസ് എന്ന് പറയുന്ന സമയത്ത് സ്മോൾ ഫേംസിന് കൂടുതൽ എക്യുപ്മെന്റ്സ് ഒന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അവർക്ക് സ്മോൾ ഫേംസിന് കുറച്ചുകൂടി ലാർജ് ഫേംസിനെ വെച്ച് നോക്കുന്ന സമയത്ത് ബെനിഫിറ്റ് ആണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഹ്യൂജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡാമേജിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് നമുക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമില്ല. അതേപോലെ തന്നെ ലെസ്സിക്ക് 100% ടാക്സ് റിബേറ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ടാക്സ് റെന്റൽസ് ഒക്കെ പേ ചെയ്യുന്ന സമയത്ത് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഡയറക്ട്ലി ഇത് P&L അക്കൗണ്ടിലോട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ലീസ് അറേഞ്ച്മെന്റ്സിൽ നമുക്ക് ഹൈലി ഫ്ലെക്സിബിൾ ആണ് അതിന്റെ കാര്യങ്ങളെല്ലാം. ഓക്കെ, അതേപോലെ തന്നെ മോർ ഫ്രീഡം ഉണ്ട് മാനേജേഴ്സിന് കാര്യങ്ങൾ തീരുമാനിക്കാനും അതേപോലെ തന്നെ ലെസ്സിക്ക് കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാനും തീരുമാനിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ മാനേജ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു എക്സ്പാൻഷൻ എന്നുള്ളതിന്റെ ബേസിസിലും ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളതിന്റെ ബേസിസിലും പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ലെസ്സർക്ക് ഇൻകം ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് ലീസിങ്ങിന് കൊടുത്താലും എന്ത് ചെയ്താലും ലെസ് ചെയ്താലും ലെസർ ചെയ്താലും ഓണർ എന്ന് പറയുന്നത് ലെസർ തന്നെയാണ്.
പിന്നെ അതേപോലെ തന്നെ ലോങ് ടേം ലീസിന്റെ വരുന്ന കാര്യത്തിൽ മോർ എക്സ്പെൻസീവ് ഒക്കെ വരുന്ന സമയത്ത് ലെസ്സിക്ക് അത് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതായത് ഇത്ര പൈസ കൊടുത്ത് അസറ്റ്സ് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ മെയിൻ്റനൻസ് ഫീസ് കാര്യങ്ങൾ വരികയാണെങ്കിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ സർട്ടൻ റിസ്ട്രിക്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. എക്യുപ്മെന്റ്സിലോ കമ്പൽസറി ആയിട്ടുള്ള ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസഡ്വാൻറ്റേജ് ആണ്. അതേപോലെ തന്നെ ലെസ്സിക്ക് ഈ ഓണർഷിപ്പ് എന്ന് പറയുന്നത് കിട്ടാനും പോകുന്നില്ല. അതേപോലെ തന്നെ അവർ എന്ന് പറയുമ്പോൾ ഒരു റെസിഡൻഷ്യൽ വാല്യൂ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത് നോക്കിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ അവർ ഇവിടെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹി ഡസ് നോട്ട് ഗെറ്റ് ദ റെസിഡൻഷ്യൽ വാല്യൂ ഓഫ് ദ അസറ്റ്സ്. ദ റെസിഡൻഷ്യൽ വാല്യൂ ഓഫ് ദ അസറ്റ്സ് എന്ന് പറയുന്നത് ലെസറുടെ കയ്യിലാണ് ഉള്ളത്. അത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ലെസ്സിയുടെ കയ്യിലല്ല, അത് ലെസറുടെ കയ്യിലാണ് ഉള്ളത്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളുടെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ലെസ്സിയുടെ കോൺട്രാക്ട് എടുക്കുകയാണെങ്കിൽ ലെസ്സർ എന്തെങ്കിലും കാര്യങ്ങൾ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അത് ഡിഫോൾട്ടിലോട്ടായിരിക്കും പോയി നിൽക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളുടെ ഈ ലീസ്റ്റ് അസറ്റ്സ് എന്ന് പറയുന്നത് ഡു നോട്ട് ഫോം എ പാർട്ട് ഓഫ് ദ അസറ്റ്സ് ഓഫ് ദ ലെസ്സി. അതായത് ലെസ്സിയുടെ ഒരു അസറ്റ് ആയിട്ടല്ല ഇത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ പറയുകയാണെങ്കിൽ ലീസിംഗ് എന്ന് പറയുന്ന നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ് എന്ന് നമ്മളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടും പറഞ്ഞിരിക്കുന്നത്. അതൊരു മിത്തായിട്ട് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ. പിന്നെ പറയുന്നത് നമ്മുടെ അഡീഷണൽ ഫിനാൻസിങ് അതേപോലെ തന്നെ ബോറോയിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ലീസിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് അതൊരു മിത്ത് പോലെ തന്നെയാണ്. ഓക്കെ. പിന്നെ പറയുകയാണെങ്കിൽ ലോങ് ടേം അതേപോലെ തന്നെ നോൺ ക്യാൻസലബിളിന്റെ കാര്യത്തിലൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അത് പറ്റത്തില്ല. അതും ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഇത് വരുന്നത് ഫിനാൻഷ്യൽ ലീസിലാണ്. ഫിനാൻഷ്യൽ ലീസിൽ നമുക്ക് അസറ്റ് ഇപ്പോൾ എടുത്തതിന് ശേഷം ഇതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞൊന്നും പോകാൻ പറ്റത്തില്ല. ഓപ്പറേറ്റിംഗ് ലീസിൽ പറ്റും, പക്ഷെ ഫിനാൻഷ്യൽ ലീസിൽ അത് പറ്റത്തില്ല. ഓക്കെ. ഇതാണ് ഡിസഡ്വാൻറ്റേജസ്. പിന്നെ വരുന്നത് NPVയുടെ പ്രോബ്ലം ആണ് നിങ്ങൾക്ക് വരുന്നത്. ദെൻ അതിനുശേഷം വരുന്നത് ലീസിംഗ് ഫിനാൻസിന്റെ ലെസസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂല് പ്രസന്റ് വാല്യൂവും അതേപോലെ തന്നെ IRRും ആണ്. അതിൽ പ്രസന്റ് വാല്യൂയുടെ പ്രോബ്ലംസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. IRRയുടെ അങ്ങനെ ചോദിച്ചിട്ടില്ല ഇതുവരെ, അങ്ങനെ കണ്ടിട്ടില്ല. NPVയുടെയും അതേപോലെ തന്നെ PV ആ റേഷ്യോസ് ആണ് നിങ്ങൾക്ക് ആ വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് ക്രോസ് ബോർഡർ ലീസിംഗ് എന്ന് പറയുന്നത്. ഈ ക്രോസ് ബോർഡർ ലീസിംഗ് എന്ന് പറയുന്നത് ഇതൊരു അറേഞ്ച്മെന്റ്സ് ആണ്. ഈ ലീസിംഗിന്റെ ഒരു അറേഞ്ച്മെന്റ്സ് ആണ്. ഇവിടെ ലെസറും ലെസ്സിയും ഒരു ഡിഫറെന്റ് കൺട്രീസിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതായത് ഇന്ത്യ ദെൻ USA എന്നുള്ള 2 കൺട്രീസിൽ അവർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണെങ്കിൽ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്രോസ് ബോർഡർ എന്നുള്ള രീതിയിലോട്ട് പോവായിരിക്കും. അതിന് നമ്മൾ ക്രോസ് ബോർഡർ ലീസിംഗ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് ഓൾട്ടർനേറ്റീവ് എക്യുപ്മെന്റ്സ്, ലോൺസ്, ഫോറിൻ ബയേഴ്സ് അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഡോക്യുമെന്റേഷൻസ് അതേപോലെ തന്നെ ഡൗൺ പേയ്മെന്റ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിഫറെന്റ് തന്നെയാണ്. ഓക്കെ. അതിനെയാണ് നമ്മൾ ഈ ക്രോസ് ബോർഡർ ലീസിംഗ് എന്ന് പറയുന്നത്. 2 രാജ്യങ്ങളിലുള്ളവർ ഒരു ലീസിംഗിലോട്ട് വരിക എന്നുള്ളതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ ലോങ് എക്കണോമിക് ലൈഫ് ആയിരിക്കും റിലേറ്റീവ്ലി ലീസിംഗിന്റെ കാര്യത്തിൽ വരുന്നത്. ഓക്കെ. പിന്നെ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഓവറോൾ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് ആണ്. ഇവിടെ വരുന്ന സമയത്ത് മേജർലി നമുക്ക് ഈ ക്രോസ് ബോർഡർ ഒക്കെ വരുന്ന സമയത്ത് ലീസ് എന്ന സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ അത് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇത്ര പറയുകയാണെങ്കിൽ അതിനെ കുറച്ച് റെഡ്യൂസ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലെസർക്ക് ടാക്സ് ഡിപ്രീസിയേഷൻ അലവൻസും കിട്ടുന്നുണ്ട്. അവർക്ക് ടാക്സ് ആക്ഷൻ കുറയ്ക്കാനൊക്കെ പറ്റും. ഫ്ലെക്സിബിളും ആണ്. അതേപോലെ തന്നെ റൂൾസ് റെഗുലേഷൻസും കാര്യങ്ങളെല്ലാം ടാക്സ് ഓണർഷിപ്പ് എല്ലാം ഏറ്റെടുത്തിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് നോൺ റിസോഴ്സസും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രക്ചറിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഫേവറബിളും വരും, അൺഫേവറബിളും വരും. അത് 2 സിറ്റുവേഷൻ എന്ന് പറയുന്നത് സിറ്റുവേഷനനുസരിച്ചായിരിക്കും ഫേവറബിൾ അൺഫേവറബിൾ വരുന്നത്. റെപ്പോസിഷൻ ആണ്. റെപ്പോസിഷൻ എന്ന് പറയുന്നത് ചില കൺട്രീസിൽ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. ലീസിങ്ങിനെ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ക്രോസ് ബോർഡർ ലീസിംഗിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ടാക്സ് അലവൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ സെയിൽ ആൻഡ് ലീസ് ബാക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്താന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് തന്നെയാണ് ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പിന്നെ ഫിനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് ഈ ക്രോസ് ബോർഡർ ലീസിംഗിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിന് മുന്നിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിലോട്ട് വരികയാണെങ്കിൽ ഈ ഫിനാൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ
ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് നേഷൻസിനും കൂടി ബെനിഫിറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ റെയിൽവേ, എയർപോർട്ടോ അല്ലെങ്കിൽ ഷിപ്പോ ഈ രീതിയിലോട്ടായിരിക്കും ഈ കാര്യങ്ങൾ നമ്മൾ എത്തിക്കുന്നത്. അതേപോലെ തന്നെ ഫോണോ ടെലികമ്മ്യൂണിക്കേഷൻ എങ്ങനെയെങ്കിലൊക്കെ രീതിയിലോട്ടായിരിക്കും ഈ ഫിനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ മേജർലി വരുന്ന തിയറി എന്ന് പറയുന്നത്. ഇതല്ലാതെ വരുന്നത് നമുക്ക് പ്രോബ്ലംസ് തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, മേ ബി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് പ്രോബ്ലം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. ഓക്കെ.